തെറി മൊത്തം നാട്ടുകാരെ വിളിക്കുക. നാട്ടുകാരെയാണോ വിളിക്കുന്നത്? നാണ്ട നീ ഈ ലൈവ് ഒന്ന് നോക്കണം, എന്തോരം തെറികളാണ് എഴുതി വയ്ക്കുന്നത്. അത് നിന്റെ കണ്ണിനകത്ത് കുരുവാണ് ഇരിക്കുന്നത്. നിന്റെ കാതാണ് ഈ തെറി മൊത്തം കേൾക്കുന്നത് കുഞ്ഞെ. അതായത് ഞാനല്ല, ഞാനിവിടെ തെറിയെ വിളിക്കുന്നില്ല. ഏതെങ്കിലും ചെറ്റകൾ വന്ന് അപരാധിത്തരം പറയുകയാണെങ്കിൽ അവർക്ക് കൊടുക്കുന്ന മറുപടി നീ എന്തിനായി എരന്ന് വന്ന് കേൾക്കുന്നത്? അത് നിന്റെ കാതിലേക്ക് നീ തുളപ്പിച്ച് ഇങ്ങനെ തുറന്ന് വെച്ച് അന്നേരം നിനക്ക് നിന്റെ സകല ഇന്ദ്രിയങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും നീ നന്നായിട്ട് തുറക്കുമല്ലോ. ആ പഞ്ചേന്ദ്രിയങ്ങൾ നീ തെറി കേൾക്കാൻ വേണ്ടി മാത്രം തുറക്കുക. അത് നിന്റെ കാത്. അപ്പോൾ നിന്റെ കാത് നല്ലോണം ശുദ്ധികലശം ചെയ്യണം. ആരെങ്കിലും നാഗദേവി ഉപദ്രവിക്കുകയോ കാരണമില്ലാതെ ഉപദ്രവിക്കാൻ വന്നാലോ പറയാൻ വന്നാലോ ഒക്കെ തീർക്കേണ്ടത് നാഗാദേവി തന്നെയാണ്. അതായത് നീ വന്നിറങ്ങി ചെയ്യുമോ? ഇല്ല. നിന്റെ തന്ത വന്നിറങ്ങി ചെയ്യുമോ? ഇല്ല. ഇവള് തെറി പറയുന്നത് കേട്ട് ഇവൾക്ക് തന്നെ കാശുണ്ടാക്കി കൊടുക്കുക എല്ലാവരും. മണ്ടത്ര മേല വന്നിരുന്നു ഇങ്ങനെ എഴുതിയിട്ടില്ല. പൈസ ഉണ്ടാക്കാനുള്ള മിഷൻ എവിടെയാണുള്ളത്? അവർക്ക് മാത്രമേ പറ്റുള്ളൂ. ഈ കാശ് അച്ചടിക്കുന്നത് എവിടെയാണോ അവർക്ക് മാത്രമേ പറ്റുള്ളൂ. അല്ലാതെ ഈ ലൈവ് കാണുന്ന ആർക്കും അതേപോലുള്ള കാശ് ഉണ്ടാക്കി തരാൻ ഒട്ടും പറ്റില്ല. വിഡിത്തരങ്ങൾ വന്ന് എഴുതിയിടുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഇവളെന്നാ പറയുന്നത്? സമൂഹ നന്മയ്ക്ക് പറ്റിയ വല്ല കാര്യവുമാണ് തനിക്കുണ്ടോ? താൻ എന്ത് സമൂഹത്തിൽ എന്ത് നല്ല കാര്യമാണോ ചെയ്തത്? തൻ്റെ ഒരു കോന്ത ഭർത്താവ് വേണ്ട, അയാളെ കോന്തൻ ഭർത്താവെന്നും പറയുന്നില്ല, ഏതോ ഒരു മൊണ്ണൻ വേണ്ട, അയാളെ ഞാൻ മൊണ്ണൻ എന്ന് പറയുന്നില്ല. ഞാൻ സമൂഹ നന്മയ്ക്ക് വേണ്ടി ഇവിടെ അവതരിച്ചൊരു അവതാര പുരുഷയൊന്നും അല്ല കേട്ടോ. എന്നെ കൊണ്ട് സമൂഹത്തിന് നന്മ ഇവളും സമൂഹത്തിന് വേണ്ടി നന്മ ചെയ്യുന്നില്ല. കുറേ എണ്ണമുണ്ട് നന്മ ചെയ്യുന്നില്ല എഴുതി വയ്ക്കാൻ മാത്രം അറിയാം. ഇങ്ങോട്ടൊന്ന് ഇറങ്ങി നിന്ന് ചെയ്യും. കഞ്ചാവോ MDയോ എന്തൊക്കെയോ അടിച്ച് റിലേ പോയിരുന്നുള്ള തെറി നാട്ടുകാരെ വിളിക്കുക. നീ അങ്ങ് എനിക്കിവിടെ കഞ്ചാവ് സപ്ലൈ ചെയ്ത് തന്നത്. അതൊക്കെ പോട്ടെ, നീ അതിങ്ങനെ അങ്ങോട്ട് പറയുന്നല്ലോ. നിനക്ക് അതിൻ്റെ സപ്ലൈ ഉണ്ടോ? നിൻ്റെ ഫോട്ടോയൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. നീ എനിക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടോ? സപ്ലൈ എങ്ങാനുണ്ടോ? ഇല്ലല്ലോ. തന്തലാഴി വന്ന് എഴുതി വിടരുത്. നീ അഥവാ ഇതും കൊണ്ട് പോലീസ് സ്റ്റേഷനിലെങ്ങാനും പോകുന്നെങ്കിൽ നിന്നെ ഞാൻ ആദ്യം പ്രതിയാക്കും. ഞാനൊരു അഡ്വക്കേറ്റ് ക്ലർക്കും കൂടെ ആയിരുന്നു. ബാധ പിന്നെ പ്രതിയാകും. എനിക്ക് നീ കഞ്ചാവ് കൊണ്ടുവന്നായിരുന്നോ? MDMA കൊണ്ടുവന്നോ? എന്നാൽ അത് എവിടുന്ന്? ആര് സപ്ലൈ ചെയ്തു? എവിടെ നിന്ന് വരുന്നു? നീ വെട്ടുപോകും.